ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവനെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വ്യക്തികൾ നിന്ന് അകന്നു പോയാലും നിന്നെ വിജയിപ്പിക്കുന്ന ഒരു ശക്തി നിന്റെ കൂടെയുണ്ട്. അതാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി. അതിനെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ബൈബിളിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. വളരെ സ്മാർട്ടായിരിക്കണം, വളരെ ശക്തിശാലിയായ ഒരു വ്യക്തിയെ കുറിച്ച് ബൈബിള് നമ്മെ പരിചയപ്പെടുത്തിയാണ്. ദാനിയേൽ പ്രവാചകനെ കുറിച്ചാണ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്തോ അവരെന്നെ ശ്രദ്ധിക്കുന്നല്ലോ, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ നമുക്ക് പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ വചനത്തിന്റെ ഭാഗം എടുത്ത് വായിച്ചു നോക്കുക. ദൈവം വലിയ പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മളിലേക്ക് വർഷിക്കും. ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ. ദാനിയേൽ സിംഹക്കുഴിയിൽ. ദാനിയേലിനെ കുറിച്ച് പറയുന്ന വചനം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വചനം പറയാണ്, അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപതിമാരെക്കാൾ ശ്രേഷ്ഠനായിരുന്നു. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ അത്ഭുതകരമായ ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പൊ നമുക്ക് വേണ്ട സംഭവം എന്താണ്? നമുക്ക് വേണ്ട മറ്റു കാര്യമൊന്നുമല്ല, ദൈവത്തിന്റെ അത്ഭുതകരമായ ചൈതന്യമാണ് നമുക്ക് വേണ്ടത്. ഈ ചൈതന്യം ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്ക് നമ്മളെ പരാജയപ്പെടുത്താനാണ് സാധിക്കുക. അതുകൊണ്ട് മറ്റെല്ലാവരെയും കാള് ഈ ദാനിയേലിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ടായിരുന്നു. ദാനിയേൽ ചെയ്യുന്ന കാര്യത്തിന് പ്രത്യേകതയുണ്ട്. ദാനിയേൽ സംസാരിക്കുന്ന നമ്മുടെ സംസാര രീതികൾക്ക് പ്രത്യേകതയുണ്ട്. അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്ക് പ്രത്യേകത. കാരണം എന്താണ്? ദൈവത്തിന്റെ അത്ഭുത ചൈതന്യം അവനിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു വ്യക്തി സാധാരണ ഇന്ന് ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? ആരെങ്കിലും നല്ലത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ അവരുടെ നന്മ കാണാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. അപ്പോഴേ ഈ ദാനിയേലിന് ഇത്രയധികം പ്രാധാന്യമൊക്കെ കിട്ടുന്നതുകൊണ്ട് മറ്റ് അധികാരികൾക്ക് ദാനിയേലിനോട് അമർഷം തോന്നി. അപ്പൊ ദാനിയേലിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി അവരെങ്ങനെ പോകുകയാണ്. അതുകൊണ്ടാണ് രാജസന്നിധിയിൽ പോയി പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് രാജാവിനെ കൊണ്ട്. അതാണ് ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം പഠിപ്പിക്കുക. പക്ഷെ ഇവര് നിയമങ്ങളൊക്കെ മുമ്പോട്ട് പോയപ്പോൾ ദാനിയേൽ ചെയ്ത കാര്യം എന്താണ്? ദാനിയേല് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട്. അതാണ് വചനം പറയുന്നത്. വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 10-ാം വചനം പറയുന്നു, അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ദാനിയേൽ ഒരിക്കലും ഇവര് കാര്യങ്ങളൊക്കെ ചെയ്തു പോയി ദാനിയേലിനെ കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു, നിയമങ്ങൾ ഉണ്ടാക്കി വേറെ ആരോടും പ്രാർത്ഥിക്കരുതെന്നൊക്കെ. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കി രാജസന്നിധിയിൽ പുതിയ നിയമങ്ങളൊക്കെ വന്നെങ്കിലും ദാനിയേൽ എന്ത് ചെയ്തു? ദാനിയേൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തു. പക്ഷേ ഈ ഭരണാധികാരിക്ക്, രാജാവിന് അറിയായിരുന്നു ദാനിയേൽ നല്ലൊരു മനുഷ്യനാണ്, ദാനിയേലിന് പ്രത്യേക ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ദാനിയേൽ ഇത് അനുസരിക്കാതെ വന്നപ്പോൾ രാജകൽപ്പനയിൽ അതിന്റെ ഭാഗമായിട്ട് ഈ ദാനിയേലിനെ സിംഹക്കുഴിയിൽ കൊണ്ടിടുകയാണ്. ദൈവത്തിന് അത്ഭുത ചൈതന്യം ഉണ്ടായിരുന്നു. സിംഹക്കുഴി എന്തെല്ലാം കൊണ്ടുപോയി ദാനിയേലിനെ കൊണ്ടുപോയിട്ടത് അവനെ സിംഹം പിടിച്ച് കഴിക്കണം, പിടിച്ചു തിരണം, അവനെ ഉപദ്രവിക്കണം എന്നുള്ള ബോധ്യത്തോട് സിംഹക്കുഴിയിലേക്ക് എറിയുകയാണ്. പക്ഷെ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, സിംഹത്തിന്റെ വാ ദൈവം അടച്ചു കളഞ്ഞു. അതുകൊണ്ടല്ല വചനം കൃത്യമാണ്. അതുകൊണ്ട് രാജാവ് ഒരു ദുഃഖത്തോടു കൂടി ദാനിയേൽ എന്താ അവസ്ഥ ഉണ്ടായിരിക്കുന്ന സിംഹക്കുഴിയിലേക്ക് പോയി നോക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 20-ാം വചനം പറയുകയാണ്, ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. ഓക്കെ, രാജാവിനെ പോലും മാറ്റം വരുത്തുകയാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ. സ്നേഹമുള്ളവരെ, അതാണ് നമ്മൾ നാം ഒക്കെ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരും ദാസികളുമാണ്. അതിൽ വിശ്വസിച്ചാൽ പിന്നെ നമുക്ക് എന്തിനാ പേടിക്കേണ്ടേ? ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും ആകുലത വേണ്ട. നന്മ ചെയ്ത് നീ മുമ്പോട്ട് പോകുമോ? മറ്റുള്ളവരെ കുറിച്ച് നന്മ പറഞ്ഞു പോകും. ദൈവം നിന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അതിനുശേഷം ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. തന്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടപ്പിച്ചു, അവനെ ഉപദ്രവിച്ചില്ല. രാജാവെ, നിന്റെ മുമ്പിൽ ഞാൻ നിരപരാധിയാണല്ലോ എന്ന് വളരെ കൃത്യമായിട്ട് ദാനിയേൽ പറയുകയാണ്. അവിടെ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ആരൊക്കെ നമ്മളെ തളർത്താൻ നോക്കിയാലും, ഏതൊക്കെ മേഖലകൾ നമ്മളെ തളർത്താൻ നോക്കിയാലും, നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അത്ഭുത ശക്തിയുണ്ട്. അതാണ് ദൈവത്തിന്റെ അത്ഭുത ചൈതന്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും താങ്കളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തില് ദൈവത്തിന്റെ അത്ഭുതകരമായ ചൈതന്യം ദാനിയേലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേലിന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. ദൈവമേ,
നിന്റെ അത്ഭുത ചൈതന്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിറയ്ക്കണമേ. ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ, ജീവിതത്തിൽ പലപ്പോഴും പല മേഖലകളിലും ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്താൽ എന്നെ അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമേ. സിംഹത്തിന്റെ വായടപ്പിച്ച ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ ജീവിത തടസ്സ മേഖലകളുടെ ജീവിത വഴികളിലെ നന്മകളിലൂടെ ഞാൻ നടന്നു നീങ്ങുമ്പോൾ ആ തടസ്സ മേഖലകളെ നീക്കിക്കളയുവാൻ വലിയ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളെ അവിടെ നിന്ന് നിറയ്ക്കണമേ. ഞങ്ങളുടെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Press the bell icon on the YouTube app and never miss another update.